ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരീക്ഷ പേടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരാൾ എഴുതി ചോദിച്ചതാണ്, പരീക്ഷയ്ക്ക് നല്ല പേടിയുണ്ട്, ആത്മബലം കിട്ടാൻ വല്ല മന്ത്രമുണ്ടോ എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അതിൻ്റെ അർത്ഥമറിഞ്ഞ് ജപിച്ചാൽ അത് ഒരു പതുക്കെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ നമുക്കതിൻ്റെ അർത്ഥവുമായി നമ്മൾ വളരെ ചേർന്ന് നിൽക്കാൻ തുടങ്ങും. മന്ത്രം ജപിക്കുന്നതിൻ്റെ ശരിയായ തലം എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ നിരവധി തവണ മന്ത്രങ്ങൾ പറയുമ്പോൾ ആ ബോധം നമ്മളെ അന്ധക്കരണത്തിൽ പതുക്കെ രൂപപ്പെടും. അത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഭാഗമായി തീരും എന്നുള്ളതാണ്. ആത്മിക ബലസന്ദായക ഓം എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രമുണ്ട്. ആത്മിക ബലസന്ദായക ഓം, ആത്മിക ബലസന്ദായക ഓം. ആത്മികമായ ബലത്തെ നൽകുന്നവനാണ് ഓംകാര സ്വരൂപൻ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇതിൻ്റെ അർത്ഥത്തെ വീണ്ടും നിരൂപിക്കാവുന്നതാണ്. അർത്ഥത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാവുന്നതാണ്. നിരന്തരം ഈ അർത്ഥത്തെ അറിഞ്ഞുകൊണ്ട് മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മുടെ ഉപബോധ മനസ്സിൽ ആ ആത്മബലം വർദ്ധിച്ച് വരാൻ ഇടവരും. കാരണം നമ്മളെ മനസ്സിനോട് നമ്മൾ പറയുകയാണ്, ഈ ഓംകാര സ്വരൂപനായ ഭഗവാൻ എൻ്റെ ആത്മബലത്തെ വർദ്ധിപ്പിക്കാൻ കെൽപ്പുള്ളവനാണ് എന്ന ഒരു ബോധ്യം ഉപബോധ മനസ്സിൽ നിറയുകയും പതുക്കെ നമ്മളെ ബോധ മനസ്സിലേക്ക് അതുണ്ടാവുകയും പതുക്കെ നമുക്ക് ആത്മശക്തി കൈവരികയും ചെയ്യുമെന്നാണ് നമ്മളെ ഋഷീശ്വരന്മാരുടെ അഭിപ്രായം. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.